സർ, സ്കൂളുകളിൽ വിദ്യാർത്ഥികളൊക്കെ നടത്തുന്ന ഒരു പാദ നമസ്കാരം, അതിനെ ചുറ്റിപ്പറ്റിയാണ് പുതിയ വിവാദങ്ങൾ. പാദസേവ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. മറ്റൊരു വിഭാഗം അതിനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ആരെയും നിർബന്ധിക്കുന്നില്ല. അത്തരത്തിൽ ഒരു തീരുമാനം സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ പറയുമ്പോൾ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊക്കെ നിലനിൽക്കുന്ന ഈ പാദ നമസ്കാരം എന്താണ്? ഇത് ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നത്? കോൺട്രവേഴ്സി എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഞാൻ ആൻസർ പറയാം. പാദ നമസ്കാരത്തിന് പകരം നെഞ്ചത്ത് കുരിശു വരച്ചിട്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പും ഉണ്ടാകില്ല. എതിർക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാകില്ല. പാദ നമസ്കാരത്തിന് പകരം അസ്സലാമു അലൈക്കും എന്ന് തല കുനിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരു എതിർപ്പും ഉണ്ടാകില്ല. ആരും വിമർശിക്കാനും പോകുന്നില്ല. പാദ നമസ്കാരം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്കും വാചകവും പ്രാർത്ഥനയും ഒന്നും ഉപയോഗിക്കുന്നില്ല. മതപരമായ ഒരു ചിഹ്നവും അവിടെ ഉപയോഗിക്കുന്നില്ല. അതായത് തികച്ചും മതേതരമായിട്ടുള്ള ഒരു കാര്യമാണ് പാദ നമസ്കാരം. ഈ പാദ നമസ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിന്റെ കുത്തകയുമല്ല. എല്ലാ മതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് എന്ന് തുറന്നു പറയാതിരിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു സൊല്യൂഷൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇഷ്ടമുള്ളവർക്കാകാം, ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. ഈ കേരളത്തില് 54% വരുന്ന ഹിന്ദു വിഭാഗത്തിന് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 2% മാത്രമേ കൈവശമുള്ളൂ. 98% ഒന്നുകിൽ സർക്കാരാണ്, അല്ലെങ്കിൽ മുസ്ലിമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യനാണ്. അപ്പൊ ക്രിസ്ത്യനും മുസ്ലിമും സർക്കാരും കൂടെ കൂടിയാൽ 98% വിദ്യാലയം. 2% വിദ്യാലയമാണ് ഇവിടുത്തെ SNDP, NSS അടക്കമുള്ള 900 ഹിന്ദു സമുദായത്തിന് എല്ലാം കൂടി ഉള്ളത്, ദേവസ്വം ബോർഡ് ഉൾപ്പെടെ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 98% പേർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. ഇതാണ് ഇതിന്റെ പച്ചയായ മറുപടി. ഇനി ഞാൻ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം കൂടെ പറയാം. എങ്ങനെയാണ് പാദ നമസ്കാരം ഉണ്ടായത്? നമ്മൾ ജപ്പാനിൽ ചെല്ലുകയാണെങ്കിൽ അവരുടെ ഒരു അഭിവാദ്യ രീതിയുണ്ട്. ജപ്പാനിലെ ഏറ്റവും വലിയ മതം ഷിൻഡോ മതമാണ്. അതുകൂടാതെ അവിടെ മറ്റെല്ലാ മതങ്ങളും ഉണ്ട്. പക്ഷെ അവരതൊരു മതപരമായ കാര്യമായിട്ടല്ല എടുക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഒരു അഭിവാദ്യ രീതിയുണ്ട്. മിക്കവാറും ആഫ്രിക്കൻ രാജ്യങ്ങളെ അഭിവാദ്യ രീതി കെട്ടിപ്പിടിച്ചിട്ടാണ്. അറേബ്യൻ നാടുകളിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു അഭിവാദ്യ രീതിയുണ്ട്, അവിടെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഓരോ നാടിനും ആ നാടിൻ്റെതായിട്ടുള്ള സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന അഭിവാദ്യ രീതികളുണ്ട്. ഭാരതത്തിന്റെ അഭിവാദ്യ രീതിയാണ് പാദ നമസ്കാരം. ഇപ്പോ നമ്മൾക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത് ചർച്ച ചെയ്യുമ്പോൾ അത്ര പരിചയമില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്തിട്ടുള്ളവരും അവിടെ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഏത് നടു റോഡിൽ ആണെങ്കിൽ പോലും മുതിർന്ന ആളെ കാണുമ്പോൾ അപ്പൊ തന്നെ പാദം തൊട്ട് വന്നിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് റോഡിൽ കിടക്കൊന്നും വേണ്ട, കാല് കുനിഞ്ഞ് കാൽപാദത്തിൽ തൊടുക, അത്രയേ ഉള്ളൂ. ഇനി അങ്ങ് കുനിഞ്ഞ് അവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കുനിഞ്ഞു കാൽപാദം ലക്ഷ്യമാക്കി ഒന്ന് കുനിഞ്ഞു കൈ നീട്ടിയാലും മതി. ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇതിലൊന്നും ആർക്കും യാതൊരു തെറ്റുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഭാരതത്തിന്റെ അഭിവാദ്യ രീതിയാണ്. ഈ ഭാരതത്തിന്റെ എന്ന് പറയുന്നതൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുകൊണ്ട് RSSന്റെയും അതുകൊണ്ട് ഹിന്ദുവിന്റെയും എന്ന് വരുത്തി തീർക്കുന്നിടത്താണ് ഈ പ്രശ്നം. അപ്പൊ നമ്മുടെ ദേശീയ വികാരത്തെയും നമ്മുടെ ദേശീയമായ പാരമ്പര്യത്തെയും തള്ളിക്കളയാനുള്ള ഒരു ഗൂഢമായ ഉദ്ദേശമാണ് ഈ പാദ നമസ്കാരത്തെ എതിർക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. മറ്റൊന്ന്, പാദ നമസ്കാരം എങ്ങനെ ഉണ്ടായി? എന്താണ് അതിന്റെ ഗുണം? പാദ നമസ്കാരം ചെയ്യുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്താണ് പാദ നമസ്കാരം ചെയ്യുക. ഉദാഹരണത്തിന് പരീക്ഷ എഴുതാൻ പോകുന്നു, പണ്ടൊക്കെയാണ് യുദ്ധത്തിന് പോകുന്നു, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഒരു കാര്യത്തിന് വേണ്ടി തുടങ്ങുമ്പോഴാണ് പാദ നമസ്കാരം ചെയ്യുക. എന്താണ് പാദ നമസ്കാരത്തിന്റെ ശാസ്ത്രീയത? ഇത് പറയാൻ ഞാനൊരു ഡോക്ടറൊന്നും അല്ല, എങ്കിൽ പോലും ഡോക്ടർമാർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത്, ഒരാൾ പാദ നമസ്കാരത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കുനിയുമ്പോൾ അയാളുടെ തല അയാളുടെ ഹൃദയത്തിന്റെ ലെവലിൽ നിന്ന് താഴേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം ഇയാളുടെ തലച്ചോറിലേക്ക് വളരെ കൂടുതൽ പ്രവഹിക്കുകയും അയാളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും.
അങ്ങനെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുന്ന അതേ സമയത്ത് തന്നെ ബ്രെയിനിൽ നിന്ന് തുടങ്ങി നട്ടലിന്റെ താഴെ വരെ വരുന്ന നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് സുഷുമ്ന നാഡി എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, ശാസ്ത്രീയ വാക്ക് അതല്ല. അപ്പോ ആ ഒരു നെർവസ് സിസ്റ്റം മുഴുവൻ ആക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പൊ ബ്രെയിനും നെർവസ് സിസ്റ്റവും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു വ്യക്തി പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയും മെന്റലി ഫിസിക്കലി ഏതൊരു കാര്യം ചെയ്യാനും ഫിറ്റ് ആയി തീരുകയും ചെയ്യും എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിക്കുന്ന കാര്യം. ഇതാണ് പാദനമസ്കാരത്തിന്റെ ശാസ്ത്രീയത. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ മതപരമായിട്ടോ അല്ലെങ്കിൽ വർഗീയമായിട്ടോ കാണേണ്ട കാര്യമില്ല. ആ പേര് പറഞ്ഞുകൊണ്ട് പാദനമസ്കാരം വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളത് 98% പേര് ചെയ്യുന്നില്ല, ബാക്കി 2% വേണേൽ ചെയ്തോട്ടെ എന്നാണ്. അപ്പോ അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്? സമൂഹത്തിൽ ദേശീയമായ, ഭാരതീയമായ, പൈതൃകപരമായ, സാംസ്കാരികമായ ഒരു കാര്യവും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആരനുവദിക്കില്ല? 98% അനുവദിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു വിവാദ വിധേയമാക്കേണ്ട യാതൊരു കാര്യവുമില്ല. വിവാദത്തിന് വിഷയമാക്കേണ്ട വിഷയമേ അല്ല ഇത്. ഇപ്പോ ഈ പാദ നമസ്കാരം നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന നമസ്കാരം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, നമസ്തേ, നമസ്കാരം, ആരെ കാണുമ്പോഴും നമ്മൾ അങ്ങനെ പറയും. അപ്പൊ അതും വേണം നിരോധിക്കാം. കാരണം നമസ്കാരം പറയേണ്ട കാര്യമില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അതെങ്ങനെയാ വേറെ എന്തെങ്കിലും? അത് ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനിക്കാം. അപ്പൊ ഭൂരിപക്ഷം സ്കൂളുകളിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ട് ആ ഭൂരിപക്ഷം അങ്ങ് തീരുമാനിച്ചാൽ ജനാധിപത്യമല്ലേ. അപ്പോ ആ ഭൂരിപക്ഷം ആരാണെന്നുള്ളതാണ് ഞാൻ 98% കണക്ക് കൊണ്ട് പറഞ്ഞത്. അപ്പോ ഈ തരത്തിലുള്ള ഒളിച്ചു കടത്തലുകൾ നമ്മുടെ ദേശീയതയെ തകർക്കാൻ വേണ്ടിയാണ്, രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണ്, ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടാവണം. വിദ്യാഭ്യാസ രംഗത്ത് അത് നടപ്പാക്കുകയും വേണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ അപ്പോഴും എന്റെ ഒരു ചോദ്യം അവസാനിക്കുന്നതെന്ന് പറയാം ജയസൂര്യൻ സാർ. വിദ്യാർത്ഥികൾ ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് എന്തിനായിരിക്കാം? മുതിർന്നവർ ചെയ്യുന്നു, അല്ലെങ്കിൽ സാർ ഈ പറഞ്ഞതുപോലെ ഒരാളെ വിഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി, അതുവഴി ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നു എന്നൊക്കെ സയൻസ് പരമായും ഒക്കെ നമ്മൾ പറയുമ്പോഴും വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ശീലങ്ങൾ വിദ്യാർത്ഥികൾ ശീലിക്കരുത് എന്ന് ശഠിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ മതപരമായ ഉദ്ദേശം തന്നെയാണ്. അതായത് തീവ്ര മത സിദ്ധാന്തങ്ങളും തീവ്ര മത ചിന്തകളും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവിട്ട് ചെറുപ്പകാലത്ത് തന്നെ അവരെ ആ വർഗീയതയുടെ അച്ചിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തികൾ ഭരണരംഗത്തും പ്രതിപക്ഷത്തും പിടിമുറുക്കിയിട്ടുണ്ട്. കേരളത്തില് അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോ കോൺഗ്രസും CPM-ഉം, അതായത് UDF-ഉം LDF-ഉം ഈ വിഷയം വരുമ്പോൾ ഒട്ടകപ്പക്ഷി നയം അനുവർത്തിക്കും. അതായത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ മണലിൽ തല പൊഴിച്ച് നിൽക്കും. എന്നിട്ട് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയും, ഭൂരിപക്ഷം എങ്ങനെയാണോ തീരുമാനിക്കുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്തേക്കാം, അതല്ലേ ജനാധിപത്യ മര്യാദ എന്ന് ചോദിക്കും. ഈ ഭൂരിപക്ഷം എന്നാണ് ഞാൻ പറഞ്ഞത്. 98% വിദ്യാലയങ്ങളും ഈ പറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നതിന്റെ കയ്യിലല്ല, ന്യൂനപക്ഷങ്ങളുടെ കയ്യിലാണ്. 98% കേരളത്തിലെ വിദ്യാലയങ്ങൾ, സ്കൂൾ ആവട്ടെ കോളേജ് ആവട്ടെ, എണ്ണം എടുത്ത് പരിശോധിച്ച് പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 98, 2% ഇവിടുത്തെ ഹിന്ദു വിദ്യാലയങ്ങൾ. ഈ 98 എന്ന് പറയുന്നതിനകത്ത് മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, സർക്കാരുണ്ട്. ഈ സർക്കാർ എങ്ങനെയാണ് മുസ്ലിമും ക്രിസ്ത്യന്റെ കൂടുന്നത്? കാരണം വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഈ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഏത് മതവിഭാഗത്തോട് അടിമപ്പെട്ടും വിധേയമായി നിൽക്കുന്നുവോ അത്രയും കാലം അത് ആ മതവിഭാഗത്തിന്റെ നയം മാത്രമേ അവിടെ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ കാര്യം. സർക്കാർ മാപ്പിള സ്കൂൾ വന്നത് എങ്ങനെയാ? സർക്കാർ സ്കൂൾ എങ്ങനെയാ മാപ്പിള സ്കൂളാകുന്നത്? അപ്പൊ അതിന്റെ കാരണം ഇതാണ്. സർക്കാർ മുസ്ലിം സ്കൂൾ എന്ന് ബോർഡ് വെക്കുന്നത് എന്തുകൊണ്ടാ? കാരണം അത് മുസ്ലിമിന് അടിമപ്പെട്ടിരിക്കുകയാണ് സർക്കാർ, അതുകൊണ്ടാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു സംവിധാനം ഭരണ സംവിധാനമായി നിലനിൽക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ കൃത്യമായ വർഗീയ അജണ്ടയാണ്, ഭീകര അജണ്ടയാണ്. ഇത് രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. അത്ര ഭീകരമാണ് ഇത്.
എന്തായാലും സ്കൂളുകളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പാദസേവ അല്ലെങ്കിൽ പാദനമസ്കാരം എന്ന് പറയുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളൊന്നും നടത്തരുത് എന്നാണ് ഒരു കൂട്ടം വാദിക്കുന്നത്. മാത്രമല്ല പാദസേവകരോ എന്നുള്ള ചോദ്യം ചോദിച്ച് ഇത് എന്തോ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്ന രീതിയിൽ ട്രോളുകളും മീമുകളും ഒക്കെ ഇറക്കി രസിക്കുകയാണ് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ ചില കൂട്ടരും എന്ന് വേണം കരുതാൻ. പക്ഷെ ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഈ പാദനമസ്കാരം വഴി ശരീരത്തിനുണ്ടാവുന്ന ചില ആരോഗ്യപരമായ ഗുണങ്ങൾ ഒപ്പം ഒരു സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്നു എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായി ഇന്ത്യയുടെ സംസ്കാര രീതി കൂടിയാണ് ഒരാളെ വിഷ് ചെയ്യാൻ, ഒരാളെ ആദ്യമായി കാണുമ്പോൾ അയാളോട് സംവദിക്കുന്ന രീതി ബഹുമാന പുരസ്കാരം പാദം തൊട്ടു തൊഴുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.